കൊറേ നേരായല്ലോ. എന്നതാ അവിടെ തപ്പുന്നേ? എടിയേ, ഇത് നോക്ക്. ഞാൻ കല്യാണത്തിനിട്ട ട്യൂഡ് ബാൻഡാ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോ മെലിഞ്ഞിരിക്കുന്നോണ്ട് ലോഹ പോലെയാ, ഭയങ്കര ലൂസ്. അത് നടുവെട്ടി ചെറുതാക്കിയാ മതി, നിങ്ങക്ക് പാകാവും. അത് ശരിയാ. നീ ആ കത്രിക എടുത്തേ. ഇപ്പൊ അലക്കാൻ എളുപ്പമായി. ഞാനിതേ അലക്കി അഴുക്ക് കളഞ്ഞ് ഇപ്പൊ കൊണ്ടുവരാം. എന്നാ പിന്നെ അത് കഴിഞ്ഞേച്ച് തയ്ക്കാം. പാൻസിന്റെ ഒരു കാലെന്തിയേ? എടി മോളി, ഇവിടെ ഉണങ്ങാനിട്ടിരുന്ന പാൻസിന്റെ ഒരു കാലെന്തിയടി മൂദേവി? കീറിമുറിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പഴന്തുണിയാണെന്ന് വിചാരിച്ചു. ഒരു പിച്ചക്കാരൻ വന്ന് ചോദിച്ചപ്പോ ഒരെണ്ണം എടുത്തു കൊടുത്തു. എന്റെ കർത്താവേ, ഈ പിള്ളാരെ കൊണ്ട് ഞാൻ തൊലഞ്ഞു. ഇക്കാലത്ത് ഇതിന്റെ തുണിക്ക് മീറ്ററിന് 500 രൂപയാ വില. എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഈ ഒരു കാലോറി എടുത്തേ നമുക്ക് വിത്തിട്ട് വെക്കാൻ ഉപയോഗിച്ചാലോ? അത് വേണ്ടല്ലേ? ഇതെന്താ ഒരു ബോർഡ്? സുനാമി ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ സാധനങ്ങൾ ഇന്ന് ലേലം ചെയ്യുന്നു. ഒന്ന് കേറി കളയാം. ഇതാ വിലയേറിയ ഒരു ട്യൂഡ് പാൻസിന്റെ ഒരു കാലറിയാണ് അടുത്തതായി ലേലം വിളിക്കുന്നത്. രണ്ടായി മുറിച്ച് പഞ്ഞു നിറച്ചാൽ 2 മനോഹരമായ തലയിണയായി ഉപയോഗിക്കാം. 50 രൂപ ഒരു തരം. 60 രൂപ 60 രൂപ 60 രൂപ ഒരു തരം. 60 രൂപ ഒരു തരം. 75 രൂപ 75 രൂപ 75 രൂപ ഒരു തരം. 75 രൂപ 75 രൂപ 75 രൂപ. കർത്താവേ, അത് എന്റെ പാൻസ് ആണല്ലോ. എന്തായാലും വിടുന്നില്ല, ലേലത്തിൽ പിടിക്കാം. 100 രൂപ. ഇതാ ഒരു മാന്യ ദേഹം 100 രൂപ വിളിച്ചിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ഇനി വിളിക്കാൻ? 100 രൂപ ഒരു തരം. ഒരു തരം 100 രൂപ. 100 രൂപ ഒരു തരം. 100 രൂപ 100 രൂപ 2 തരം. 100 രൂപ 100 രൂപ. കിട്ടിയടി, കിട്ടി. എന്റെ ട്യൂഡ് ബാൻഡിന്റെ കാലുറ കിട്ടി. 200 രൂപ കൊടുത്താൽ എന്നാ? കർത്താവേ, 200 രൂപയോ? നിങ്ങൾ ഈ വീട് വെളുപ്പിക്കും. എടി, സുനാമി ദുരിതാശ്വാസത്തിനുള്ള സംഭാവന കൊടുത്തതുമായി എന്റെ തുണി കിട്ടുകയും ചെയ്തു. നല്ല കൂത്ത്. ഈ പോക്കിന് പോയാ സുനാമി ദുരിതാശ്വാസം കഴിയുമ്പം നമ്മള് ചട്ടി എടുക്കേണ്ടി വരും. എടി, പരാതിയും പരിഭവം ഒക്കെ പിന്നെ. നീ പോയി മറ്റേ പകുതി ഇങ്ങ് എടുത്തോണ്ട് വന്നേ. ഇപ്പൊ തന്നെ അങ്ങ് തയ്ച്ചേക്കാം. ഈ അയ്യ കിടന്ന പാൻസിന്റെ കാലൂറി എന്തിയടാ? ഏതായാലും വെറുതെ ഇരിക്കല്ലേന്ന് കരുതി ഞങ്ങളതെടുത്ത് സുനാമി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. കർത്താവേ, തല ചുറ്റുന്നടി. ഒരു സോഡ ഇങ്ങോട്ട് മേടിച്ചേ. അതിനുള്ള കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം വിഷം മേടിച്ചേനെ. ഡോക്ടറെ, ഇവിടെ ഒരു ഡയബറ്റിക് രോഗിയുടെ വലതുകാലം മുറിച്ച് കളഞ്ഞെന്ന് കേട്ടു. ആ രോഗിക്ക് വേണമെങ്കിൽ ഒരു ട്യൂഡ് പാൻറ് വിൽക്കാനുണ്ടായിരുന്നു.